രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. അപ്പസ്തോല പ്രവൃത്തികൾ 9:40. പിന്നീട് പത്രോസ് സകലരെയും പുറത്താക്കി വാതിലുകൾ അടച്ചു. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തിരിഞ്ഞ് തബീത്തയെ നോക്കി അവൻ ഇങ്ങനെ പറഞ്ഞു, തബീത്ത, എഴുന്നേൽക്ക്. അവൾ എഴുന്നേറ്റിരുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളരെയധികം പേർ ഇന്ന് മരണത്തിൻ്റെ കിടക്കയിലാണ്. സ്വാഭാവികമായ മരണത്തിനപ്പുറമായി പല വ്യക്തികളും അപകടത്തിലും രോഗത്തിലും ചില പ്രത്യേകമായ പ്രശ്നങ്ങളിലും മരണം കാത്തിരിക്കുന്ന സാഹചര്യം. ഡോക്ടർമാർ മരണം വിധി എഴുതിയ ഒത്തിരി വ്യക്തിത്വങ്ങൾ. ഇവയോട് പ്രതികരിക്കുവാൻ പറ്റാതെ നിരാശയിലേക്ക് കടന്നുപോയ ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് ഹീലിംഗ് ടച്ച് ഇന്ന് കടന്നു പോവുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ആത്മീയമായി ഇതിനെ നേരിടാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വലിയ പിടിവള്ളിയാകും, വലിയ സൗഖ്യമായി മാറും. നമ്മൾക്ക് ദൈവവചനത്തിനായി ഒരുങ്ങാം. ചേർന്ന് കുടുംബമായി ഈ TV സ്ക്രീനിൻ്റെ അടുത്തേക്ക് നമുക്ക് കടന്നു വരാം. കിടക്കയിൽ കിടക്കുന്നവരും മറ്റ് സ്ഥലങ്ങളിലായിരിക്കുന്നവരും ഹോസ്പിറ്റലിലായിരിക്കുന്നവരും ട്രീറ്റ്മെൻറ്റിൻ്റെ ബെഡിലായിരിക്കുന്നവർക്കും നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങോട്ട് ചേർത്ത് വെക്കാം. ദൈവം നിങ്ങളെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്നുചേർന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നിറങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ കുതിർന്ന കിടക്കയിൽ നീ തനിച്ചാവുന്നുവോ? നീ സ്നേഹിച്ചവരും നിന്നെ സ്നേഹിച്ചവരും എങ്ങോ പോയി മറഞ്ഞു. ഇനിയും ഒന്നും ചെയ്യാനില്ല എന്ന നിരാശയുടെ ചിന്ത നിന്നെ വേദനിപ്പിക്കുന്നുവോ? മരണത്തെ ഭയപ്പെട്ട് നീ ഞെട്ടിയുണരുന്നുവോ? ഇതാ സ്വർഗത്തിൻ്റെ പുത്രൻ, ആശ്വാസദായകനായ യേശു നിന്റെ ചാരെ നിൽക്കുന്നു. നിന്റെ ഹൃദയത്തെ ഇതാ അവൻ സുഖമാക്കുന്നു. നിരാശ നീങ്ങി ഇതാ നീ കണ്ണു തുറക്കുന്നു. സ്വർഗത്തിൻ്റെ കരസ്പർശം ഇതാ നിന്റെ ശിരസിൽ അനുഭവപ്പെടുന്നു. സ്വർഗീയ സാന്ത്വനവും പ്രത്യാശയും നിന്നിൽ നിറയുന്നു. ക്രിസ്തു നിന്നെ സ്വന്തമാക്കുന്നു. അവൻ്റെ നെഞ്ചിൽ കിടത്തി ഒരു കുഞ്ഞിനെ പോലെ ഉറക്കുന്നു. സങ്കീർത്തനം 23:4. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. വളരെ സങ്കീർണമായ ഒരു പ്രശ്നത്തെയാണ് ഇന്ന് ഹീലിംഗ് ടച്ച് കൈകാര്യം ചെയ്യുന്നത്. മരണത്തിന് വിധിയെഴുതിയ, ഡോക്ടർമാരാലും ഉപേക്ഷിക്കപ്പെട്ട എത്രയോ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിലൂടെ കടന്നു പോവുക. കഴിഞ്ഞ നാളിൽ കേരളത്തിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ മരണത്തിന് വിധിയെഴുതിയ ഒരു വ്യക്തിക്കായി പ്രാർത്ഥിക്കാനായി പോകേണ്ടി വന്നു. ICUവിലേക്ക് കടന്നു പോകുമ്പോൾ ആ ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ
എന്തുകൊണ്ട് ഈ ചേച്ചിക്ക് ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചുകൂടാ എന്നൊരു തോന്നലുണ്ടായി. കയറിപ്പോകുമ്പോൾ കേട്ട കരച്ചിലുകൾ ഉള്ളിലൊരു വിങ്ങലായി മാറിക്കൊണ്ട് ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നു. ഈ സമയം ദൈവത്തിൻ്റെ വചനം ഇവരുടെ മേൽ കടന്നു വരികയും മരണത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്ന ഈ വ്യക്തിത്വത്തെ ദൈവം അടുത്ത ദിവസങ്ങളായി ആ ഒരു കോമാ സ്റ്റേജിൽ നിന്ന് ദൈവം ഉയർത്തുകയും ചെയ്തു. ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആ ചേച്ചിയെ സാക്ഷ്യമാക്കി ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെ ഹീലിംഗ് ടച്ച് ഇന്ന് കടന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, എവിടെയാണ് നമ്മൾ ഈ പ്രശ്നത്തെ നേരിടുക? എങ്ങനെയാണ് നേരിടാൻ പറ്റുക? പലവിധ അപകടങ്ങളാലും പലവിധ രോഗങ്ങളാലും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിരവധി പേർ കടന്നു പോവുകയാണ്. ചിലപ്പോൾ ഞാൻ അതിലൊരു കുടുംബാംഗമായിരിക്കാം, മറ്റു ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഒരു വ്യക്തിയുമായിരിക്കാം. ഇതിനെ ആത്മീയമായി ഞാൻ നേരിടുന്നില്ലെങ്കിൽ ഒരു വിശ്വാസരാഹിത്യം എൻ്റെ മേൽ കടന്നു വരികയും ആത്മനാശം എന്നെ ബാധിക്കുകയും, ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹം, സൗഖ്യമൊരുക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് ലഭിക്കാതെ പോവുകയും ചെയ്യും. ഈ ക്രൂശിതന്റെ നിഴലിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കപ്പെടുക, ബൈബിളിൽ ഏറ്റവും ചെറിയ വാക്കെന്ന് പറയുക യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യമാണ്. അതിലിങ്ങനെയാണ് പറയുക, യേശു കണ്ണീർ പൊഴിച്ചു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുക. ലാസറിന്റെ ശവകുടീരം യേശു ക്രിസ്തു കടന്നു വരികയാണ്. മേരിയുടെയും മാർത്തായുടെയും മുമ്പിൽ നിൽക്കുന്ന യേശു ക്രിസ്തു അവർ വിളിച്ചു പറയുകയാണ്, നീ നേരത്തെ വന്നിരുന്നു എങ്കിൽ. നമ്മൾക്കിവിടെ കാണുവാൻ പറ്റും ബൈബിൾ വ്യക്തമാക്കുന്ന ഒരു വലിയ കാര്യം. ലാസറിന്റെ കുഴിമാടം, അത് 4-ാം ദിവസമാണ് ദൈവം ലാസറിനെ ഉയർപ്പിക്കുന്നതായി ഇവിടെ കാണുവാൻ പറ്റും. അടുത്തതായി വലിയൊരു സംഭവങ്ങൾ കൂടെ നമുക്കിവിടെ കാണുവാം. അത് ഈ സംഭവത്തെ ഇങ്ങനെ കാണുവാൻ പറ്റും, ലാസറിന്റെ മൃതദേഹം ദുർഗന്ധം വമിക്കുന്നതായിരുന്നു എന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, യേശു ഇടപെടുന്നത് 4-ാം ദിവസമാണ്. ബൈബിൾ എടുത്താൽ ബൈബിളിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ എല്ലാ അടയാളങ്ങളും കടന്നു വരിക 3-ാം ദിവസമാണ്. യേശു ഉയർത്തെഴുന്നേൽക്കുന്നത് 3-ാം ദിവസമാണ്. ദൈവം വെള്ളത്തെ വീഞ്ഞാക്കുന്നത് 3-ാം ദിവസം കടന്നു വന്നിട്ടാണ്. ഇതുപോലെ 3 ഒരു ഉയർപ്പിന്റെ പ്രത്യേകതയായി എപ്പോഴും ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇതിനപ്പുറമായി ലാസർ 4-ാം ദിവസത്തിലൂടെ കടന്നു പോകുന്നു. എന്താകാം ഇതിന്റെ പ്രത്യേകത? ഒരു കാര്യം ഓർക്കുക, 3 ഉയർക്കേണ്ട ഒരു വ്യക്തി 4-ാം ദിവസത്തേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം, ഒരു അസാധ്യത ഈ കാര്യത്തിൽ കടന്നു വന്നു എന്നത് തന്നെയാണ്. ദുർഗന്ധം വമിച്ചു എന്നതിന്റെ അർത്ഥം മാംസം ചീഞ്ഞളിഞ്ഞിരുന്നു. നമുക്കറിയാം, വെള്ളത്തിലൂടെ കടന്നു പോകുന്ന ഒരു മരണം, മൃതദേഹം വെള്ളത്തിൽ ഉയർന്നു പൊങ്ങുക 3-ാം ദിവസമാണ്. എന്ന് വെച്ചാൽ ശരീരത്തിന്റെ എല്ലാ ചൂടും നഷ്ടമാകുക 3-ാം ദിവസമാണ്. ഇതുപോലെ ലാസറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന്, അല്ലയോ ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചുകൊണ്ട് ദൈവം ലാസറിനെ ഉയർത്തുന്നുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അത് 3-നപ്പുറം ദുർഗന്ധം വമിക്കുന്ന വേറൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ഡോക്ടർ വിധി എഴുതി മരണം ഡിക്ലെയർ ചെയ്ത് നീ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തിയാണെങ്കിലും, എഴുന്നേൽക്കാൻ പറ്റാതെ കുടുംബാംഗങ്ങളുടെ കണ്ണുനീര്, കണ്ണിലെ ആ അനുകമ്പ കണ്ടുകൊണ്ട് ഉള്ളിൽ എല്ലാത്തിനോടും വെറുപ്പും ദേഷ്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ക്രിസ്തുവാകുന്ന സത്യത്തിൽ സഭയുടെ അടിസ്ഥാനത്തിൽ നീ ഉറച്ചു നിൽക്കുമെങ്കിൽ ഈ നസ്രായനായ ദൈവത്തിന് നിന്നെ കൈപിടിക്കുവാൻ സാധിക്കും എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഓർക്കുക, ദൈവം
ഒരാളെയും വിസ്മരിക്കുന്നില്ല. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം ബൈബിൾ ഇങ്ങനെയാണ് പറയുക: എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്നത്. ചിലപ്പോഴല്ല, സത്യമായി ഈ ഒരു വീഴ്ച ദൈവത്തിന്റെ പദ്ധതിയാണ്. നീ നഷ്ടപ്പെടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു സൗഖ്യമാണ്. എന്താകാം സൗഖ്യം? സൗഖ്യം 2 തരത്തിലുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഒന്ന് പ്രധാനപ്പെട്ടതായ സൗഖ്യം എന്നത് ആത്മീയമായ ഒരു സൗഖ്യമാണ്. നിത്യജീവനും ആത്മാവിന്റെ അനുഗ്രഹമാകുന്ന സൗഖ്യവുമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനം. സങ്കീർത്തനം 90:10 പറയുന്നു, ഏറിയാൽ വരുന്ന 70 അല്ലെങ്കിൽ 80. മോശെ എഴുതിയെന്ന് കരുതപ്പെടുന്ന ഈ സങ്കീർത്തനത്തിൽ ഏറിയാൽ വരുന്ന 70-80 വർഷങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തി ചിലപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടി വരുമ്പോൾ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, കുടുംബാംഗങ്ങളെ ചിന്തിക്കുക. ദൈവം നിന്നെ കൈവെടിഞ്ഞിട്ടില്ല. ദൈവം ഒരിക്കലും ഒരാളെ കൈവെടിയുന്നില്ല. ദൈവം ഒരാളുടെ പ്രാർത്ഥനയും കേൾക്കാതെ പോകുന്നില്ല. ദൈവം നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷകൻ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സകലരുടെയും മുടിനാരിഴകൾ പോലും അവൻ എണ്ണി തിട്ടപ്പെടുത്തിയതാണെന്ന്. ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലേ, ഒരു മുടിനാരിന് എന്തു വിലയുണ്ട്? ആ മുടിനാര് പോലും ഓരോന്നോരോന്നായി എണ്ണി തിട്ടപ്പെടുത്തി കടന്നു പോകുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിരാശയല്ല വേണ്ടത്, പ്രതീക്ഷയാണ് വേണ്ടത്. പ്രതീക്ഷിക്കുമെങ്കിൽ, ദൈവത്തിൽ കാത്തു നിൽക്കുമെങ്കിൽ നിന്റെ കാത്തിരിപ്പ് ഒരു വലിയ അനുഗ്രഹമായി മാറും. അത് ആത്മാവിന്റെ അനുഗ്രഹവും അതുപോലെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ അനുഗ്രഹവും നമ്മളെ വേട്ടയാടുവാൻ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, കുറെ നാളുകൾക്ക് മുമ്പ് ക്യാൻസർ ആണെന്ന് വിധിയെഴുതിയ ഒരു ചേച്ചി തന്റെ ഭർത്താവ് മേടിച്ചു കൊടുക്കുന്ന നല്ല ആഹാരങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, എവിടെയോ ഒരു പന്തികേട് എനിക്കുണ്ട് എന്നത്. ഏതായാലും ഒരു ധ്യാനത്തിന്റെ നടുവിൽ അവൾ വിളിച്ചു പറയുകയാണ്, എൻ്റെ യേശു അല്ലാതെ, എൻ്റെ ഈ ക്രൂശിതനല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല. അവൻ മരിച്ചത് എനിക്കായിട്ടാണ്. അവൻ ചിന്തിയ രക്തം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. പരിശുദ്ധ കുർബാന ഏറ്റെടുക്കുന്ന നാവുകൾ വിളിച്ചു പറഞ്ഞ വാക്യങ്ങൾ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നിസ്സാര സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ പെൺകുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് വ്യക്തികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൾ എഴുന്നേറ്റ് നിന്ന് ആളുകളുടെ നടുവിലൂടെ ഓടി ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായി. മരണത്തിൽ നിന്ന്, മരണം വിധിയെഴുതിയതിൽ നിന്ന് അവളെ മാറ്റിമറിക്കാൻ പറ്റിയെങ്കിൽ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവത്തിന് നിന്നെയും സൗഖ്യപ്പെടുത്തുവാൻ കഴിയും. ഇവിടെ തോറ്റുകൊടുക്കരുത്. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകണം. എവിടെയാണ് എനിക്ക് നഷ്ടമുണ്ടായത് എന്ന് ചിന്തിക്കണം. ഓർക്കുക, നിരാശയിലല്ല നീ കടന്നു പോകേണ്ടത്. മരണമോ മരണത്തിന്റെ അനന്തരഫലങ്ങളോ അതൊക്കെ നീ വിട്ടേരെ. അതിനപ്പുറം ഇന്നൊരു വിശ്വാസവും ഇന്നൊരു അനുഗ്രഹവും ഈ എൻ്റെ സെല്ലുകള്, ഈ എൻ്റെ ഓർഗനുകള്, ഈ എൻ്റെ ശരീരം ഏറ്റെടുക്കുവാൻ തയ്യാറെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹമാക്കും. ചിലപ്പോൾ കിടക്കുന്നത് നിന്റെ ഭർത്താവാകാം, ചിലപ്പോൾ അത് ഭാര്യയാകാം, നിന്റെ അടുത്ത വ്യക്തി തന്നെയാകാം. നിന്റെ അടുത്ത് കിടക്കയിൽ കടന്നു പോവുക. നീ വിശ്വാസത്തിൽ ധീരതയുള്ള ഒരു സഭയിലെ അനുഗ്രഹമാകുന്ന വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധ കുർബാന സത്യമാണെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ, ക്രൂശിതനായ ഈ ദൈവത്തെ നോക്കി നിന്റെ ഈ സഹോദരനോട്, നിന്റെ ഈ സഹോദരിയോട്, നിന്റെ ഈ വ്യക്തിയോട് പത്രോസ്ലീഹ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് വരിക എന്ന് കൽപ്പിക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ചിലത് ദൈവം ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാകാം. നമ്മൾക്കറിയാം, അപ്പസ്തോല പ്രവൃത്തികൾ 3-ാം അധ്യായം, മുടന്തനായ ഒരു മനുഷ്യൻ സുന്ദര കവാടത്തിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഈ സമയം കടന്നു പോകുന്ന പത്രോസ് സുന്ദര കവാടത്തിന് മുമ്പിൽ വെച്ച് അവിടെ ഇരിക്കുന്ന മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നതായി കാണുവാൻ പറ്റും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ,
ഇതേ സുന്ദര കവാടത്തിലൂടെ നമ്മുടെ ഈശോ എത്രയോ തവണ നടന്നുപോയതാണ്. പക്ഷെ ഒരിക്കൽ പോലും ഈശോ ഈ വ്യക്തിയെ നോക്കുകയോ സൃഷ്ടിയിൽ ഒരു വലിയ മാറ്റം വരുത്തുവാനോ രോഗത്തിനൊരു ശമനം കൊടുക്കുവാനോ ശ്രദ്ധിച്ചില്ല. പക്ഷേ ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പത്രോസ്ലീഹ അതേ സുന്ദര കവാടത്തിന് മുമ്പിൽ വെച്ച് യേശു ശ്രദ്ധിക്കാതെ പോയെന്ന് വേണമെങ്കിൽ കരുതാവുന്ന ഈ വ്യക്തിയെ പത്രോസ്ലീഹ ഉയർത്തുന്നതായി കാണുവാൻ പറ്റും. ഇങ്ങനെയാണ് പറഞ്ഞത്, നൽകുവാൻ എൻ്റെയിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷേ എൻ്റെയിൽ ഒരു നാമമുണ്ട്, നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമം. അല്ലയോ മകനെ, എഴുന്നേറ്റ് നടക്കുവാൻ കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നസ്രാനായ യേശുവിന്റെ നാമം ഹൃദയത്തിലേക്ക് എടുക്കാം. നിന്റെ ചുണ്ടുകളിൽ ഒരല്പമെങ്കിലും ഒരാരോഗ്യം നിനക്ക് ബാക്കിയുണ്ടെങ്കിൽ അകത്തു നിന്നുകൊണ്ട് പറയാം, ഹൃദയത്തിൽ ഏറ്റെടുത്ത് പറയാം, എൻ്റെ ദൈവം എന്നെ കൈവിടിയത്തില്ല. എന്ത് എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തും? വാളോ നഗ്നതയോ മരണമോ പീഡനമോ ഒന്നും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തില്ലെന്ന് റോമ 8:35 പറയാം. വലതു കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് എൻ്റെ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ ഒന്നായി ഈ കിടക്കയുടെ അടുത്തേക്ക് നടന്നെടുത്തുകൊണ്ട് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമുക്കൊന്നിയേർന്ന ദൈവത്തെ ആരാധിക്കാം. ഈ ദൈവം മരിച്ച് നഷ്ടപ്പെട്ടവനല്ല, ഈ ദൈവം നഷ്ടമായവനല്ല. മരണത്തെ തോൽപ്പിച്ച് പാതാള ഗോപുരങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ നസ്രാനായ യേശു ക്രിസ്തു. ഈ ഈരടികൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക, എന്നിട്ട് സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ മരണത്തിന്റെ കിടക്കിലേക്കൊന്ന് നടക്കണമേ. നിന്റെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, നിന്റെ അത്ഭുതങ്ങൾ സഭയിൽ തോർന്നിട്ടില്ല. എൻ്റെ യേശുവേ, എന്നെ ഒന്ന് തൊടണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിശ്വാസമേകണമേ. മരണത്തിനപ്പുറം ഒരു ദേശമുണ്ടെന്നും നിത്യജീവൻ ബാക്കിയുണ്ടെന്നും ചിരിക്കുവാൻ എനിക്ക് കൃപയുണ്ടെന്നും നീ എനിക്ക് കരുത്ത് തരണമേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? അരികത്തു നിന്നും അകലത്തു നിന്നും അലിവോടെ സ്നേഹം ചൊരിഞ്ഞവരാ. അരികത്തു നിന്നും അകലത്തു നിന്നും അലിവോടെ സ്നേഹം ചൊരിഞ്ഞവരാ. പ്രിയരെയെല്ലാം ഞാൻ ഓർക്കുന്നു നാഥ, പകരം ഞാൻ എന്തിന്നു നൽകും? പ്രിയരെയെല്ലാം ഞാൻ ഓർക്കുന്നു നാഥ, പകരം ഞാൻ എന്തിന്നു നൽകും? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ
ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. എൻ്റെ കരമാണ് നിന്നെ സുഖമാക്കുന്നത്. എൻ്റെ കരമാണ് നിന്റെ കണ്ണീർ തുടയ്ക്കുന്നത്. ഞാനാണ് നിന്നെ തോളിൽ കിടത്തിയിരിക്കുന്നത്. നീ എൻ്റെ കുഞ്ഞാണ്. എൻ്റെ നെഞ്ചിലാണ് നീ ഉറങ്ങുന്നത്. എൻ്റെ കരുണയാണ് നിന്റെ ബലം. ഇനിയും നീ വിലപിക്കരുത്. എൻ്റെ നാമം യേശു എന്നതാകുന്നു. ഞാൻ ദൈവപുത്രനാകുന്നു. സ്വർഗം എൻ്റെ ഭവനമാകുന്നു. എൻ്റെ മക്കൾ എന്നോടൊപ്പം നിത്യമായി അവിടെ വസിക്കും. ഞാൻ നിത്യജീവനാകുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നമ്മൾ കേട്ട വചനങ്ങൾ ഒന്നോർത്തെടുക്കുക. ദൈവം ഇന്ന് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വചനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 49 തൊട്ട് 56 വരെയുള്ള വചനങ്ങൾ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്നൊരാൾ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട. യേശു ഇത് കേട്ടു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടെ അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിരുന്നതുകൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികേ, എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ആഹാരം കൊടുക്കുവാൻ അവൻ നിർദ്ദേശിച്ചു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, മരണത്തിൽ നിന്ന് പോലും ദൈവത്തിന് ഒരു ജനത്തെ തിരികെ കൊണ്ടുവരുവാൻ സാധിച്ചു. നിങ്ങൾ തോറ്റുകൊടുക്കരുത്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് നമുക്കെതിരെ നിൽക്കുക? ഇന്ന് വിശ്വാസത്താൽ എപ്പോഴും വലതുകരം മാറോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എൻ്റെ യേശു എന്നെ കൈപിടിക്കും. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എൻ്റെ യേശു എന്നെ കൈപിടിച്ചുയർത്തും. ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ, എൻ്റെ യേശു എന്നെ കൈപിടിച്ചുയർത്തും. അല്ലയോ ബാലികേ, അല്ലയോ പൈതലേ, എഴുന്നേൽക്ക്. ഞങ്ങളും ഹീലിംഗ് ടച്ചിൽ ദൈവം നൽകിയ അനുഗ്രഹവും ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ തകർന്നിട്ടില്ല. നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഞങ്ങളും പറയുന്നു, അല്ലയോ പൈതലേ, എഴുന്നേൽക്ക്. ദൈവം നിന്നെ തൊടുവാൻ തയ്യാറാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം, എൻ്റെ യേശു എന്നെ ഉയർത്തും. പറഞ്ഞുകൊണ്ടേയിരിക്കാം, എൻ്റെ യേശു എന്താണ്? എന്നെ ഉയർത്തും. ആമേൻ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു.